ശമ്പള വർധന ആവശ്യപ്പെട്ടുള്ള തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഏലൂർ VRL ലോജിസ്റ്റിക്സിൽ ഒത്തുതീർപ്പിന് വഴിതെളിയുകയാണ്. മാനേജ്മെന്റും തൊഴിലാളികളുമായി നാളെ ചർച്ച നടക്കും. ശമ്പള വർധനവിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് CITUവും INTUCയും മാനേജ്മെന്റിന് കത്തയച്ചിട്ടുണ്ട്. ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് CIT നേതാക്കളുടെ പിടിവാശി VRL ലോജിസ്റ്റിക്സ് ഏലൂരിലെ വെയർഹൌസ് അടച്ചുപൂട്ടിയത് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. പിന്നാലെ സ്ഥലം MLA കൂടിയായ വ്യവസായ മന്ത്രി P. രാജീവ് വിഷയത്തിൽ ഇടപെട്ടു. സെക്രട്ടറി തല ചർച്ചകൾ പൂർത്തിയാക്കി. കമ്പനി നിർദ്ദേശിക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്യാമെന്ന് ചൂണ്ടിക്കാട്ടി CITU മാനേജ്മെന്റിന് കത്തയച്ചു. ഇതോടെയാണ് ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ലേബർ ഓഫീസിലാണ് ചർച്ച. നമ്മളുടെ ഒരു സ്റ്റാൻഡ് കൊണ്ട് ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനം അടച്ചുകൂട്ടി പോകുന്ന സ്ഥിതി ഉണ്ടാകില്ല. CITU അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുന്നത്. ഇപ്പൊ ഞാൻ അവസാനം ഇവർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ അയച്ചിരിക്കുന്നത് എന്താണോ മാനേജ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് പോസിറ്റീവായിട്ട് എന്താണോ മാനേജ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് ആ സജസ്റ്റ് ചെയ്യുന്നതായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്നുകൊണ്ട് അവർക്ക് മെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും റിപ്ലൈ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ലാത്ത മറ്റ് കാരണങ്ങൾ ഇതിനുണ്ടാവും. ഇത് തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ച് ഊരുകയാണ് അവർ ചെയ്യുന്നത്. മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന കയറ്റിറക്ക് കൂലിക്ക് ജോലി ചെയ്യാൻ സന്നദ്ധരാണെന്ന് ചൂണ്ടിക്കാട്ടി INTUCയും കമ്പനിക്ക് മെയിൽ അയച്ചു. സ്ഥാപനം തുറക്കണമെന്നാവശ്യപ്പെട്ട് INTUC പ്രക്ഷോഭവും ആരംഭിച്ചിരുന്നു. നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് നല്ലൊരു വേതനം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അത് താഴോട്ട് വന്ന് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് വ്യക്തമായിട്ട് സ്ഥാപനം നിലനിൽക്കണം. 47-60 പേരുടെ കുടുംബാംഗങ്ങളെ നമുക്ക് സംരക്ഷിക്കേണ്ട ചുമതല യൂണിയനുകൾക്കുണ്ട്, തൊഴിലാളി ഭാഗത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ രീതിയിലും അതിന് ശ്രമിക്കും. 1 ടൺ കയറ്റിറക്കിന് 140 രൂപയായിരുന്നു നിലവിലെ നിരക്ക്. ചർച്ചകൾക്കൊടുവിൽ 20 രൂപ വർദ്ധിപ്പിച്ച് നൽകാമെന്ന് കമ്പനി സമ്മതിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം INTUCയും ധാരണയിലെത്തി. എന്നാൽ 200 രൂപയിൽ കുറഞ്ഞ ഒത്തുതീർപ്പില്ലെന്ന് CITU നിലപാടെടുത്തോടെയാണ് മാനേജ്മെന്റ് കമ്പനി അടച്ചുപൂട്ടിയത്. നേരിട്ടും അല്ലാതെയും കമ്പനിയിൽ ജോലി നോക്കിയ 150ഓളം തൊഴിലാളികളാണ് കമ്പനി പൂട്ടിയതോടെ വഴിയാധാരമായത്. ന്യൂസ് 18 കൊച്ചി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ കമ്പനി പൂട്ടാനുള്ള തീരുമാനം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവർ ഇനി പഴയ തുക തന്നെ മതി, ഒട്ടും വർധന വേണ്ട എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഏത് തീരുമാനമായാലും അംഗീകരിക്കാം എന്ന് പറഞ്ഞ് കത്ത് നൽകിയിരിക്കുന്നത്? ഈ നേരത്തെ CITUവിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഇതിന് ഉണ്ടോ? കമ്പനി പൂട്ടി, അക്ഷരാർത്ഥത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ കമ്പനി പൂട്ടി അവർ പ്രവർത്തനങ്ങൾ പാടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തങ്ങൾ വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മന്ത്രി P. രാജീവിൻ്റെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടുകയും സെക്രട്ടറി തല ചർച്ചകൾ നടക്കുകയും ചെയ്ത്. എന്തായാലും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നിരവധി ശാഖകളുള്ള ഒരു വ്യവസായ സ്ഥാപനം എന്ന രീതിയിൽ സർക്കാർ ഇത്തരം ഒരു ചർച്ചകൾക്ക് മുന്നോട്ട് വരുമ്പോൾ പൂർണ്ണമായും ഇവർക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയാണ് തൊഴിലാളി യൂണിയനുകൾക്ക് ഈ സംബന്ധിച്ച് ലേബർ ഓഫീസിൽ നിന്നുള്ള കത്ത് ലഭിച്ചിരിക്കുന്നത്. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കും. കമ്പനി പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറാണെന്ന് CITUവും INTUCയും വ്യക്തമാക്കി. INTUC നേരത്തെ തന്നെ ഇതിലേക്ക് വഴങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട CITU നേതാവിൻ്റെ വാക്കുകളൊക്കെ തന്നെ അവർ ഏത് തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നതാണ്. പക്ഷേ കമ്പനി ഇനി തിരിച്ച് ഈ വെയർഹൌസ് തുറക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. അതാണ് മറ്റെന്തെങ്കിലും കാരണങ്ങൾ, അതായത് ഈ സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ, ഈ സ്ഥാപന നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധിച്ച ചെലവുകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം ഒരുപക്ഷെ ഇത് പൂട്ടിയതെന്ന ഒരു സംശയമാണ് CITU മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും നാളത്തെ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ നിലപാട് അറിയാൻ കഴിയും. കിരൺ. ശരി, MS അനീഷ് കുമാറാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും.